അംബാനി ദ റിയൽ ഇമ്പാക്ട് പ്ലെയർ. ഇന്ത്യയിലെ റിച്ചസ്റ്റ് മാൻ ആണല്ലോ. പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. 9ാം സ്ഥാനത്ത് കിടന്ന മുംബൈ 3ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ തവണ 6ാം കിരീടവും അംബാനി പുഷ്പം പോലെ മേടിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാനിപ്പോൾ എന്താ പറയുക? ഒരു ഫാൻ ഫൈറ്റിനില്ല, ഡിബേറ്റിനില്ല, പക്ഷെ മനസ്സിൽ തോന്നിയ കുറച്ച് സംശയങ്ങൾ ചോദിച്ചോട്ടെ. IPL സ്പോട്ട് ഫിക്സിംഗ് കേസ് 2013 ഉയർന്നു വന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റ് ലെവലിലുള്ള ആരെങ്കിലും ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നൈ സൂപ്പർ കിങ്സ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗുരുനാഥ് മയ്യപ്പനും രാജസ്ഥാൻ റോയൽസിന്റെ കോ ഓണർമാരിൽ ഒരാളായിട്ടുള്ള രാജ് കുന്ദ്രയുമാണ് ഇതുമായിട്ട് ബേസ് ചെയ്ത് പിടിയിലായിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിന്റെ കുറച്ച് താരങ്ങളും പിടിയിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരിൽ പലരും നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തതാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെന്നൈയും രാജസ്ഥാനും 2016-17 സീസണുകളിൽ IPL നിന്ന് 2 വർഷങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ടത്. ഇവിടെയും മുംബൈ ഇന്ത്യൻസിന് ക്ലീൻ ഷീറ്റാണ് കേട്ടോ. അവർ അമ്പയർമാരെ വിലക്കെടുത്തതിന് തെളിവുകളില്ല, അവർ കളിക്കാരെ വിലക്കെടുത്തതിന് തെളിവുകളില്ല, അവർ സ്ക്രിപ്റ്റ് എഴുതിയതിന് തെളിവുകളേ ഇല്ല. ഈ പൈസ കൊടുത്ത് കപ്പ് മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്രയും ട്രോള് നേരിടാതെ ഇപ്പം കപ്പില്ലാത്ത ഏതെങ്കിലുമൊക്കെ ടീമുകൾ ഒരു കപ്പെങ്കിലും മേടിച്ച് ഷെൽഫിൽ വെക്കില്ലേ? ഇതൊന്നുമല്ല, ഇത് ക്രിക്കറ്റാണ്. ഒരു കംപ്ലീറ്റ് ഗെയിം സ്ക്രിപ്റ്റ് ചെയ്ത് ക്രിക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ക്രിക്കറ്റ് അറിയാവുന്ന ഓരോ ആളുകൾക്കും അറിയാം. 2 ടീമുകളിൽ നിന്നുമായിട്ട് 22 താരങ്ങൾ, അമ്പയർമാർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇവരെല്ലാവരും കൂടെ സ്ക്രിപ്റ്റ് എഴുതി അഭിനയിക്കുക. എന്താ ബ്രഹ്മാണ്ഡ സിനിമയാണ്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ ലെജൻസ് ഭാഗമായിട്ടുള്ളൊരു ഗെയിമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. എത്രയോ ഇഷ്ടപ്പെടുന്ന, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന താരങ്ങൾ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ പണം വാങ്ങി കളിയെ ഒറ്റുകൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് ആളുകൾ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റിന്റെ. ഈ ഒരു ഫോം ഇഷ്ടമല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൂടെ? ജയിച്ചു വരുന്നവരെ കൈയടിച്ചില്ലെങ്കിലും അവരെ തള്ളി പറയാണ്ടിരുന്നൂടെ? എല്ലാ നേട്ടങ്ങളും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. കാത്തിരുന്ന് പൊരുതി നേടുന്ന IPL കിരീടത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ കപ്പിൽ മുത്തമിടാൻ കാത്തിരിക്കുന്ന എന്നെ പോലുള്ള RCB ഫാൻസ് ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും പറയില്ല പൈസ കൊടുത്ത കപ്പ് കിട്ടുമെന്ന്, പക്ഷെ പൊരുതി നേടും.